കാർ ഓടിക്കാൻ ഇഷ്ടമുള്ളവരോട് അല്ലെങ്കിൽ ഡ്രൈവിംഗ് എന്തൂസിയാസ്റ്റിനോട് ഏത് സമയത്താണ് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ എൻജോയബിൾ ആയിട്ട് ഡ്രൈവ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പലരുടെയും ഉത്തരമാണ് മഴയത്താണ് ഇഷ്ടമെന്ന്. നല്ലൊരു പാട്ടൊക്കെ കേട്ട് ആ ഒരു നല്ല റോഡിൽ കൂടി, കുഴികളൊന്നുമില്ലാത്ത നല്ലൊരു മെയിൻ റോഡ് അല്ലെങ്കിൽ ഹൈവേയിൽ കൂടി വണ്ടി ഓടിക്കാൻ അത് വേറൊരു വൈബാണ്. പക്ഷേ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു ഹിഡൻ ഡേഞ്ചർ ഉണ്ട്, ആൻഡ് ദാറ്റ്സ് അക്വാപ്ലെയിനിങ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വണ്ടി പാളിപ്പോവുക അല്ലെങ്കിൽ തെന്നിപ്പോവുക, കയ്യിൽ നിന്ന് പോവുക എന്നൊക്കെ പറയുന്നില്ലേ, ഇതാണ് സംഭവം. ഇതിന് ഇരയായിട്ടുള്ള വിക്ടിംസിനോട് പിന്നീട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നതാണ്, ഞാൻ 100-ലും 120-ലൊന്നും അല്ല വണ്ടി ഓടിച്ചിട്ടുള്ളത്, എൻ്റെ വണ്ടിയുടെ ടയറിൻ്റെ കണ്ടീഷൻ വളരെ നല്ലതാണ്, പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് എനിക്കറിയില്ല എന്നവർ പറയും. അക്വാപ്ലെയിനിങ് നടക്കാൻ 100-120 കിലോമീറ്റർ സ്പീഡിൻ്റെ ആവശ്യമില്ല. 40 കിലോമീറ്റർ സ്പീഡ് മുതൽ അക്വാപ്ലെയിനിങ്ങിനുള്ള ചാൻസസ് ഉണ്ട്. ഇനി ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, വെള്ളം അത്യാവശ്യം ഡെൻസിറ്റി ഉള്ള ഒരു ലിക്വിഡാണ്. 1-2 സെൻറ്റിമീറ്റർ മാത്രം ഡെപ്തിൽ ഒരു പ്ലെയിൻ ആയിട്ടുള്ള നല്ലൊരു സർഫസിൽ വെള്ളം ഒരു ഏരിയയിൽ കെട്ടിക്കിടക്കുമ്പോൾ അതിൻ്റെ പുറത്തേക്ക് ഒരു ബോഡി വന്ന് കയറുമ്പോൾ, ഒരു കാർ വന്ന് കയറുമ്പോൾ, ഒരു വാഹനം വന്ന് കയറുമ്പോൾ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് നേരത്തേക്ക് ഈ ടയർ ലിഫ്റ്റ് ആവാൻ ഉള്ളൊരു ചാൻസ് ഉണ്ട് റോഡിൽ നിന്ന്, ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് നേരത്തേക്ക്, ബിക്കോസ് ഓഫ് ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ആ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് നേരത്തിൽ ഏത് ആംഗിളിലാണോ നമ്മുടെ വാഹനം വന്ന് കയറുന്നത്, അത് സ്ട്രെയിറ്റ് ആയിട്ടാണോ അല്ലെങ്കിൽ ഒരു വളവ് വീശിയെടുക്കുന്ന രീതിയിൽ ഒരു ആംഗിളിലാണോ വന്ന് കയറുന്നതൊക്കെ അനുസരിച്ചിരിക്കും അക്വാപ്ലെയിനിങ് നടക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം നേരെ വന്ന് കയറിയാലും ഇത് സംഭവിക്കാം, വളഞ്ഞു വന്ന് കയറിയാൽ ഒരു ആംഗിളിലാണ് വണ്ടി വന്ന് കയറുന്നതെങ്കിൽ ചാൻസസ് ആർ മോർ. അതാണ് ഈ പലയിടത്തും ഇത് സംഭവിക്കുന്നത് വളവിലാണ്, വണ്ടി തെന്നി പോവുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നടക്കുന്നത് ഒരു ആംഗിളിൽ വെള്ളത്തിന് മുകളിലോട്ട് വണ്ടി വന്ന് കയറുമ്പോഴാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡേഞ്ചർ. ഇതിൻ്റെ മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു കൈനറ്റിക് എനർജി ഉണ്ടല്ലോ നമ്മുടെ വണ്ടിക്ക്. ആ ഒരു സിറ്റുവേഷനിൽ വണ്ടി വന്ന് കയറുമ്പോൾ ആ കൈനറ്റിക് എനർജി 0 ആകുന്നത് വരെ കാറ് റിയാക്ട് ചെയ്യും. അത് എങ്ങനെയാണ്, എങ്ങോട്ടാണ് ഈ വണ്ടി പാളിപ്പോകുന്നത്, എത്ര പേരെയാണ് ഈ വാഹനം ഒരു ആംഗിളിലാണെങ്കിൽ ചെന്ന് അടിക്കുന്നത് അല്ലെങ്കിൽ അവർ വീഴ്ത്തുന്നത്, എന്താണ് അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, അൺലെസ് ആൻഡ് അണ്ടിൽ ഇറ്റ് കംസ് ടു എ സ്റ്റോപ്പ്. അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ഈ ഒരു ഡേഞ്ചർ, ഇതിൻ്റെ വ്യാപ്തി, അതിൻ്റെ ഇൻറ്റൻസിറ്റി ഇതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി കാർ ഓടിക്കുക. സോ നെക്സ്റ്റ് ടൈം റെയിൻ എൻജോയ് ചെയ്ത് കാർ ഓടിക്കുമ്പോൾ കീപ് ദിസ് ഇൻ മൈൻഡ്. സേഫ് ഡ്രൈവ്. See you.